everyone, welcome back to Salem Learning. അഭിമിസാണ് മക്കളെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഗ്രാമർ ടെസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഓരോരോ ഗ്രാമേഴ്സിന് കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രാമർ മിസ്റ്റേക്ക് ആണ് അല്ലേ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാമർ ടെസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് ഇവിടെ കാണും. അപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക. ഒരു മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് താഴെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ എത്രത്തോളം നിങ്ങൾക്ക് കറക്റ്റ് ആയി, എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടിപൊളിയായിട്ട്. ലെറ്റ്സ് ബിഗിൻ ദി ടെസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഷീ ഡാഷ് കോഫി എവറി മോർണിംഗ്. ഷീ ഡാഷ് കോഫി എവറി മോർണിംഗ്. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഡ്രിങ്ക്സ് ഉണ്ട്, ഡ്രിങ്ക് ഉണ്ട്, ഡ്രാങ്ക് ഉണ്ട്, ഡ്രങ്ക് ഉണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്, ഓപ്ഷൻ ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഷീ ഡാഷ് കോഫി എവറി മോർണിംഗ്. ഷീ ഡ്രിങ്ക്സ് കോഫി എവറി മോർണിംഗ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഷീ ഡ്രിങ്ക്സ് കോഫി എവറി മോർണിംഗ്. ഷീ ഡ്രിങ്ക് എന്ന് പറയില്ല, ഡ്രാങ്ക് എന്ന് പറയില്ല, ഡ്രങ്ക് എന്ന് പറയില്ല. ഷീ ഡ്രിങ്ക്സ് കോഫി എവറി മോർണിംഗ്. എല്ലാ രാവിലെയും കോഫി കുടിക്കും അല്ലെ. ഷീ ഡ്രിങ്ക്സ് കോഫി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇത് നിങ്ങൾ ശരിയാക്കി എന്ന് വിശ്വസിക്കുകയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് I dash tired because I had been studying all night. I dash tired because I had been studying all night. Options ൽ എന്തൊക്കെയുണ്ട്? am ഉണ്ട്, was ഉണ്ട്, where ഉണ്ട്, be ഉണ്ട്. So I dash tired because I had been studying all night. ഞാൻ ഇന്നലെ രാത്രി മൊത്തവും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ടയേർഡ് ആണ് എന്നങ്ങനെയാ പറയാ. I was tired ആണ്. ഓക്കെ, ഓപ്ഷൻ ബി I was tired because I had been studying all night എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഈ ക്വസ്റ്റ്യനും എത്ര പേര് കറക്റ്റ് ആൻസർ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ തനിയെ ആലോചിച്ച് നോക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, we dash for a walk in the park. Okay, we dash for a walk in the park. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? വി ഗോയിങ് ഉണ്ട്, വി ഗോൺ ഉണ്ട്, വി ആർ ഗോയിങ് ഉണ്ട്, വി ഈസ് ഗോയിങ് ഉണ്ട്. സോ ഇതിൽ വി ഡാഷ് ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വി ആയതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് അല്ലെ. വി ആർ ഗോയിങ് ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക്. പാർക്കില് ഒരു വാക്കിന് വേണ്ടി പോവുകയാണ്. വി ആർ ഗോയിങ് ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. She dash a beautiful song yesterday. She dash a beautiful song yesterday. Yesterday ഇന്നലെ കഴിഞ്ഞു പോയതാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഫിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓപ്ഷൻസിൽ സങ് ഉണ്ട്, സിങ്സ് ഉണ്ട്, സിങ്ഡ് ഉണ്ട്, സാങ് ഉണ്ട്. അപ്പൊ ഇന്നലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് പാടി എന്നാണ് പറയേണ്ടത് അല്ലെ. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ഡി സാങ് ആണല്ലേ. ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് യെസ്റ്റർഡേ. ഇന്നലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് പാടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ആണ്. ഷീ സാങ് എ ബ്യൂട്ടിഫുൾ സോങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷീ ഡിസൈഡഡ് ഡാഷ് ഹെർ ഫ്രണ്ട്സ് ഓൺ ദ വീക്കെൻഡ്. ഷീ ഡിസൈഡഡ് ഡാഷ് ഹെർ ഫ്രണ്ട്സ് ഓൺ ദ വീക്കെൻഡ്. ഓപ്ഷൻസിൽ ടു വിസിറ്റ് ഉണ്ട്, വിസിറ്റിംഗ് ഉണ്ട്, വിസിറ്റ് ഉണ്ട്, വിസിറ്റഡ് ഉണ്ട്. അപ്പൊ ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് ഹെർ ഫ്രണ്ട്സ് ഓൺ ദ വീക്കെൻഡ് എന്നാ പറയാ അല്ലെ. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ്. ഫ്രണ്ട്സിനെ വീക്കെൻഡിൽ കാണാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് ഹെർ ഫ്രണ്ട്സ് ഓൺ ദ വീക്കെൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താണ്? ഐ ഡാഷ് മൈ ഹോംവർക്ക് ഓൾറെഡി. എന്റെ ഹോംവർക്ക് ചെയ്തു എന്നുള്ള ആ ഒരു മീനിങ് ആണ് വരേണ്ടത് അല്ലെ. ഐ ഡാഷ് മൈ ഹോംവർക്ക് ഓൾറെഡി. ഓൾറെഡി ഐ ഡു ആണോ, ഐ ഹാവ് ഡൺ ആണോ, ഐ ഡിഡ് ആണോ, ഐ ഡൺ ആണോ? ഓപ്ഷൻ ബി ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് ഓൾറെഡി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് ഓൾറെഡി. ഞാൻ എന്റെ ഹോംവർക്ക് നേരത്തെ ചെയ്ത് കഴിഞ്ഞു എന്നെങ്ങനെയാ പറയാ? ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് ഓൾറെഡി. സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ഡാഷ് ഡിന്നർ വെൻ ദ ഫോൺ റാങ്. We dash dinner when the phone rang. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എയിൽ ഈറ്റ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ eat ഉണ്ട്, ഓപ്ഷൻ സിയിൽ we were eating ഉണ്ട്, ഓപ്ഷൻ ഡി ഈറ്റിംഗ് ആണ്. അപ്പൊ എന്താണ്? വി ഡാഷ് ഡിന്നർ വെൻ ദ ഫോൺ റാങ്. ഫോൺ ബെല്ലടിച്ചോണ്ടിരുന്നപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നായിരിക്കില്ലേ പറയാ. അപ്പൊ എങ്ങനെയാ പറയാ? വി വേർ ഈറ്റിംഗ് ഡിന്നർ വെൻ ദ ഫോൺ റാങ്. ഫോൺ ബെല്ലടിച്ചപ്പോ ഞങ്ങള് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയാ അല്ലെ. വി വേർ ഈറ്റിംഗ് ഡിന്നർ വെൻ ദ ഫോൺ റാങ് എന്നാണ് പറയാ. അപ്പൊ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ് മൈ കീസ് ബിഫോർ ഐ ലെഫ്റ്റ് ദ ഹൗസ്.
I dash my keys before I left the house. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എയില് ലോസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ ബിയില് ലൂസ് ഉണ്ട്, ഓപ്ഷൻ സിയില് ഹാവ് ലോസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ ഡിയില് ഹാഡ് ലോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാ മക്കളെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയാ? ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? I had lost ആണ് അല്ലെ? I had lost my keys before I left the house. എങ്ങനെയാ പറയാ? I had lost the keys before I left the house എന്നാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാ. സോ അതും നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് I dash a book tomorrow. I dash a book tomorrow. നാളത്തെ കാര്യമാണ് പറയുന്നത് അല്ലെ? I will read എന്നാണോ, I read എന്നാണോ, I reads എന്നാണോ, I reading എന്നാണോ പറയാ? നാളത്തേക്കാണ്. അപ്പൊ നാളെ ചെയ്യും, നാളെ ബുക്ക് വായിക്കും എന്നാണ് പറയേണ്ടത് അല്ലെ? അപ്പൊ ഇതിൽ ഓപ്ഷൻ ഇ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം ഓപ്ഷൻ ഇ ആണ്. I will read a book tomorrow. നാളെ ഞാനൊരു ബുക്ക് വായിക്കും അല്ലെ? I will read a book tomorrow എന്നാണ് പറയാ. അപ്പൊ എങ്ങനെയാണ്? ഓപ്ഷൻ ഇ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് I want dash dinner tonight. I want dash dinner tonight. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഹാവ് ഉണ്ട്, ഓപ്ഷൻ ബിയില് ടു ഹാവ് ഉണ്ട്, ഓപ്ഷൻ സിയില് ഹാവിംഗ് ഉണ്ട്, ഓപ്ഷൻ ഡിയില് ഹാസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? I want to have dinner tonight. Dinner, I want to have dinner എന്നാണ് പറയാ അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാണ്? I want to have dinner tonight. I want have എന്ന് പറയില്ല, I want to have dinner tonight എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ഇതിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. I want to have dinner tonight എന്നാണ് പറയാ. അപ്പൊ മക്കളെ നമ്മളിതാ ഇപ്പൊ അടിപൊളിയായിട്ട് 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഏതൊക്കെയാണ് തെറ്റിയത്? എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതിൽ 10ലും 10 കിട്ടിയെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങളുടെ ഗ്രാമറും നിങ്ങളുടെ ടെൻസസും ഒക്കെ അടിപൊളി സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ചാച്ചാ ബൈ ബൈ, ടേക്ക് കെയർ.